ഇന്നത്തെ ഈ ആഴത്തിലുള്ള വിശകലനത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മള് മറ്റുള്ളവരെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അവരുടെ ഒരു ചിരി കണ്ടാൽ അത് സന്തോഷം കൊണ്ടാണോ? അതോ ഇനി വേറെ എന്തെങ്കിലും കാരണമാണോ? ദേഷ്യം വന്നാൽ അതിന് പിന്നിലെ കാരണം എന്തായിരിക്കും? ഇതൊക്കെ നമ്മൾ എപ്പോഴും ഊഹിക്കുന്നുണ്ടല്ലോ, അല്ലേ? ഉണ്ട്. നമ്മൾ അറിയാതെ തന്നെ പല അനുമാനങ്ങളും നടത്തുന്നുണ്ട്. അതെ. അപ്പോൾ ഈ അനുമാനങ്ങൾ എങ്ങനെയൊക്കെയാണ് ശരിയാവുന്നത്, തെറ്റുന്നത്? പിന്നെ ഒരാൾ വിജയിക്കുമ്പോൾ അല്ലെങ്കിൽ പരാജയപ്പെടുമ്പോൾ അതിന്റെ കാരണം നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോഷ്യൽ സൈക്കോളജിയിലെ വളരെ പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ. ഓക്കെ. ഈ ഡേവിഡ് സിയേഴ്സിന്റെ പോസിറ്റിവിറ്റി ബയസ്, പിന്നെ ഈ ആട്രിബ്യൂഷൻ തിയറി, അതായത് ഫ്രിഡ്സ് ഹെയ്ഡർ തുടങ്ങിവെച്ചത്, പിന്നെ കെല്ലി, വെയ്നർ ഇവരൊക്കെ വികസിപ്പിച്ചത്, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തില് ഇതിന് എന്ത് പ്രാധാന്യമുണ്ടെന്ന് നോക്കാം, അല്ലേ? അതെ. കാരണം അവിടെ ഇത് വളരെ പ്രസക്തമാണ്. നമ്മുടെ കയ്യിലുള്ള വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ സോഷ്യൽ സൈക്കോളജിയിലെ പഠനങ്ങളും പിന്നെ സാമൂഹിക ചിന്തയുടെ ചരിത്രവും ഒക്കെയാണ് നമ്മൾ പ്രധാനമായും ആശ്രയിക്കുന്നത്. അപ്പൊ ലക്ഷ്യം ക്ലിയറാണ്. നമ്മൾ മറ്റുള്ളവരെ കാണുന്ന രീതി, അതിലെ ചില സ്വാഭാവികമായ ചായ്വുകൾ, പിന്നെ അവരുടെ പെരുമാറ്റത്തിന് നമ്മൾ കൊടുക്കുന്ന കാരണങ്ങൾ. ആ കാരണങ്ങളിലെ ശരിയും തെറ്റും. അതെ, ഇതൊക്കെ മനസ്സിലാക്കുക. പിന്നെ ഇത് കുട്ടികളുടെ പഠനത്തിലൊക്കെ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നും നോക്കാം. ശരി, അപ്പൊ തുടങ്ങാമല്ലേ? ആദ്യം പറഞ്ഞ പോസിറ്റിവിറ്റി ബയസ്, അതിൽ നിന്ന് തുടങ്ങാം. മറ്റുള്ളവരിൽ നന്മ കാണാനുള്ള ഒരു ടെൻഡൻസി. ശരി, ഡേവിഡ് സിയേഴ്സ് കൊണ്ടുവന്ന ഒരാശയമാണ് പേഴ്സൺ പോസിറ്റിവിറ്റി ബയസ്. വളരെ ലളിതമായി പറഞ്ഞാൽ, ഇപ്പോ നമ്മൾ വ്യക്തികളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് എടുത്ത് വിലയിരുത്തുമ്പോൾ അവരുൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിനെ മൊത്തത്തിൽ കാണുന്നതിനേക്കാളും കുറച്ചുകൂടി പോസിറ്റീവായിട്ടായിരിക്കും നമ്മൾ അവരെ കാണുക. അതെങ്ങനെയാണ്? ഒരു ഉദാഹരണം പറയാമോ? സിയേഴ്സ് തന്നെ പറയുന്നത് കോളേജ് പ്രൊഫസർമാരുടെ കാര്യമാണ്. വിദ്യാർത്ഥികളോട് ഓരോ പ്രൊഫസറെയും പറ്റി അഭിപ്രായം ചോദിച്ചാൽ അവർക്ക് കിട്ടുന്ന റേറ്റിംഗ്, അതേ വിദ്യാർത്ഥികളോട് ഇവിടുത്തെ മൊത്തം പ്രൊഫസർമാരെങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ശരാശരി റേറ്റിംഗിനേക്കാളും, അല്ലെങ്കിൽ ഈ കോളേജിലെ കോഴ്സുകൾ കൊള്ളാമോ എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാളും സാധാരണ കൂടുതലായിരിക്കും. മനസ്സിലായി. അതായത് വ്യക്തികളോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടം അല്ലെങ്കിൽ പോസിറ്റീവ് മനോഭാവം വരുന്നു. പക്ഷെ ഇത് എപ്പോഴും ഇങ്ങനെ തന്നെയാവുമോ എല്ലാവരോടും? അല്ല, അതിന് പരിധികളുണ്ട്. എല്ലാ വ്യക്തികളോടും എല്ലാ സ്ഥാപനങ്ങളോടും നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണമെന്നില്ല. സിയേഴ്സും അത് പറയുന്നുണ്ട്. എന്നാലും പൊതുവേ ഇങ്ങനൊരു ചായ്വ് കാണാം. ഓക്കെ. അപ്പോൾ നമ്മളൊരാളെ വിലയിരുത്തുമ്പോൾ അവരൊരു ഗ്രൂപ്പിന്റെ ഭാഗമാണെന്ന് ഓർക്കുന്നതിനേക്കാൾ അവരെ ഒരു വ്യക്തിയായി കാണുമ്പോൾ കുറച്ചുകൂടി പോസിറ്റീവാകാൻ സാധ്യതയുണ്ട്. അതെ, ആ ഒരു സാധ്യതയുണ്ട്. അത് നമ്മുടെ വിലയിരുത്തലുകളെ സ്വാധീനിക്കുന്നുണ്ടാവാം. ശരി, ഇനി അടുത്തത് ഈ സമാനതയുടെ കാര്യം. നമ്മളുമായി സാമ്യമുള്ളവരോട് നമുക്ക് പെട്ടെന്നൊരിഷ്ടം തോന്നുമല്ലോ. എന്തുകൊണ്ടാണ് ഈ സിമിലാരിറ്റി ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത്? അതിന് ബൈറന്റെ ആകർഷണ നിയമം ഒരു വിശദീകരണം തരുന്നുണ്ട്. അതായത്, ഒരാളുമായിട്ട് നമ്മുടെ ചിന്തകൾ, മനോഭാവങ്ങളൊക്കെ സാമ്യമുണ്ടെന്ന് തോന്നുമ്പോൾ അയാളോടുള്ള നമ്മുടെ ഇഷ്ടം അല്ലെങ്കിൽ ആകർഷണം കൂടും. കാരണം സിമ്പിളാണ്, നമ്മൾ ചിന്തിക്കുന്നത് ശരിയാണെന്ന് വേറൊരാളും പറയുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നില്ലേ? നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തോന്നും. അതെ, നമ്മുടെ കാഴ്ചപ്പാടുകൾക്കൊരു ബലം കിട്ടിയ പോലെ. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടും. അപ്പോ നേരെ തിരിച്ച് സാമ്യതയില്ലെങ്കിൽ ഇഷ്ടക്കുറവ് വരുമോ? വരാം. ഈ കോഗ്നിറ്റീവ് കൺസിസ്റ്റൻസി തിയറികൾ പറയുന്നത് അതാണ്. അഭിപ്രായ വ്യത്യാസങ്ങളും താൽപ്പര്യങ്ങളിലെ പൊരുത്തക്കേടുകളും പലപ്പോഴും ഇഷ്ടക്കേടിലേക്കും ഒഴിമാക്കലിലേക്കും നയിച്ചേക്കാം. പിന്നെ ന്യൂകോംബിന്റെ പഠനങ്ങൾ കാണിക്കുന്നത് കുറച്ചും കൂടി രസകരമായൊരു കാര്യമാണ്. ചിലപ്പോൾ ആളുകൾ തമ്മിലുള്ള ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടി അവർക്കിടയിൽ ശരിക്കും അത്ര സാമ്യതയില്ലെങ്കിൽ പോലും ഉണ്ടെന്ന് സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും. ഓഹോ, അങ്ങനെയുമുണ്ടോ? ഉണ്ട്. ആ ബന്ധത്തിലൊരു ബാലൻസ് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. പിന്നെ ഷാക്ടറുടെ പഠനം പറയുന്നത് നമ്മൾ ടെൻഷനിലോ പേടിയിലോ ഒക്കെ ഇരിക്കുമ്പോൾ നമ്മളെപ്പോലെ തന്നെ ടെൻഷനടിച്ചിരിക്കുന്ന മറ്റുള്ളവരുടെ കൂടെ ഇരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുക എന്നാണ്. മിസറബിൾ കമ്പനി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെന്തിനായിരിക്കും? ഒരുപക്ഷേ ആ ഒരവസ്ഥയിൽ നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് തോന്നാനും നമ്മുടെ വികാരങ്ങൾ നോർമലാണെന്ന് മനസ്സിലാക്കാനും എന്താണ് സംഭവിക്കുന്നതെന്നൊരു വ്യക്തത കിട്ടാനുമൊക്കെ അത് സഹായിക്കുമായിരിക്കും. അപ്പൊ ചുരുക്കത്തിൽ ഈ സമാനത എന്നത് നമ്മുടെ ബന്ധങ്ങളെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ശരി. അപ്പം നമുക്ക് ആ കാരണം കണ്ടെത്തലിലേക്ക് വരാം. ആളുകൾ ഓരോന്ന് ചെയ്യുമ്പോൾ എന്തിനായിരിക്കും അയാൾ അങ്ങനെ ചെയ്തത് എന്ന് നമ്മൾ ആലോചിക്കാറുണ്ടല്ലോ.
ഇതിനെക്കുറിച്ചാണല്ലോ ഈ ആട്രിബ്യൂഷൻ തിയറി പറയുന്നത്. അതെ അതെ, സോഷ്യൽ സൈക്കോളജിയിലെ ഒരു അടിസ്ഥാന ആശയം തന്നെയാണിത്. ഫ്രിറ്റ്സ് ഹെയ്ഡറാണ് ഇതിന് തുടക്കമിട്ടത്. അദ്ദേഹം പറഞ്ഞത് നമ്മളൊക്കെ ഒരു നാടൻ മനഃശാസ്ത്രജ്ഞനെ പോലെയാണെന്ന്. നാടൻ മനഃശാസ്ത്രജ്ഞനോ? അതെ, അതായത് മറ്റൊരാളുടെ പെരുമാറ്റം കാണുമ്പോൾ അതിനു പിന്നിലെ കാരണം കണ്ടുപിടിക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. ഒരു പ്രത്യേക പരിശീലനം കിട്ടിയ സൈക്കോളജിസ്റ്റിനെ പോലെ അല്ലെങ്കിലും നമ്മൾ സ്വയം കാരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും. ഓക്കെ. ഹെയ്ഡർ പറഞ്ഞു, ഈ കാരണങ്ങളെ നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന്, ആ വ്യക്തിയുടെ ഉള്ളിലുള്ള കാരണം, അയാളുടെ സ്വഭാവം, ആറ്റിറ്റ്യൂഡ്, കഴിവൽ, അങ്ങനെ എന്തെങ്കിലും. ഇതിനെ ഡിസ്പൊസിഷണൽ അല്ലെങ്കിൽ ഇന്റേണൽ കോസ് എന്ന് പറയും. രണ്ടാമത്തേതോ? രണ്ടാമത്തേത് ആ സാഹചര്യത്തിന്റെ പ്രത്യേകത കൊണ്ട് സംഭവിച്ചത്, അല്ലെങ്കിൽ പുറത്തുള്ള എന്തെങ്കിലും കാരണം. അതിനെ സിറ്റുവേഷണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ കോസ് എന്നും പറയും. അപ്പോ എപ്പോഴാണ് നമ്മളൊരാളുടെ സ്വഭാവത്തെ കാരണം പറയുന്നത്, എപ്പോഴാണ് സാഹചര്യത്തെ കാരണം പറയുന്നത്? അതെങ്ങനെയാ തീരുമാനിക്കുന്നത്? അതിനൊരു പഠനമുണ്ട്, ജോൺസും കൂട്ടരും നടത്തിയത്. അവരൊരു പരീക്ഷണം ചെയ്തു. ഒരു പ്രത്യേക ജോലിക്ക്, ഉദാഹരണത്തിന് അധികം സംസാരിക്കാത്ത ഒരാൾക്ക് പറ്റിയ ജോലിക്ക് ഒരാൾ ഇന്റർവ്യൂവിന് വയ്യുന്നു. ഓക്കെ. ചിലപ്പോൾ അയാൾ ഇന്റർവ്യൂവില് ആ ജോലിക്ക് ചേർന്ന പോലെ അധികം സംസാരിക്കാതെ ഇൻട്രോവേർട്ടായി പെരുമാറി. ചിലപ്പോൾ നേരെ തിരിച്ച് ഭയങ്കര സംസാരവും ബഹളവുമൊക്കെയായി എക്സ്ട്രോവേർട്ടായി പെരുമാറി. ഇത് കണ്ടുകൊണ്ടിരുന്ന നിരീക്ഷകർക്ക് എപ്പോഴാണ് അയാളുടെ ശരിക്കുള്ള സ്വഭാവം ഇതാണെന്ന് കൂടുതൽ ഉറപ്പിച്ചു പറയാൻ പറ്റിയതെന്നറിയാമോ? എപ്പോഴാണ്? അയാൾ ആ ജോലിക്ക് ആവശ്യമുള്ളതിന് വിപരീതമായി പെരുമാറിയപ്പോൾ. അതായത് ഭയങ്കര വായാടിയായി പെരുമാറിയപ്പോൾ. അതെന്താ അങ്ങനെ? കാരണം ജോലി കിട്ടാൻ വേണ്ടി ഇൻട്രോവേർട്ടായി അഭിനയിക്കാൻ സാധ്യതയുണ്ടല്ലോ. പക്ഷേ ഇൻട്രോവേർട്ട് ജോലിക്ക് വേണ്ടി എക്സ്ട്രോവേർട്ടായി പെരുമാറുന്നുണ്ടെങ്കിൽ അതൊരുപക്ഷെ അയാളുടെ യഥാർത്ഥ സ്വഭാവം കൊണ്ടായിരിക്കാം. അവിടെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കുറവാണ് ആ പെരുമാറ്റത്തിന് കാരണം എന്ന് അനുമാനിക്കാം. ആഹാ, കൊള്ളാം. അപ്പോൾ ഹാരോൾഡ് കെല്ലി ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായി പറയുന്നുണ്ടല്ലോ, ഈ കോവേരിയേഷൻ പ്രിൻസിപ്പിൾ. ഉണ്ട്. കെല്ലി പറയുന്നത് നമ്മൾ കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കാരണം കണ്ടെത്താൻ ശ്രമിക്കുന്നതെന്നാണ്. ഒരു കാരണമുണ്ടാകുമ്പോൾ ഒരു ഫലം ഉണ്ടാകുന്നുണ്ടോ, ആ കാരണം ഇല്ലാതാകുമ്പോൾ ആ ഫലവും ഇല്ലാതാകുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കും. ഒരുമിച്ചുള്ള മാറ്റം അല്ലേ? അതെ, കോവേരിയേഷൻ. ഇത് മനസ്സിലാക്കാൻ നമ്മൾ 3 തരം വിവരങ്ങൾ ഉപയോഗിക്കും എന്നാണ് കെല്ലി പറയുന്നത്. ഒന്ന്, കൺസെൻസസ്. അതായത് മറ്റുള്ള ആളുകളും ഇതേ സാഹചര്യത്തില് ഇതുപോലെ തന്നെയാണോ പെരുമാറുന്നത്. ഉദാഹരണത്തിന്, ഒരു സിനിമ കണ്ടിട്ട് ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, വേറെ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടോ, മറ്റെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കൺസെൻസസ് കുറവാണ്. അപ്പോ കാരണം ആ വ്യക്തിയുടെ പ്രത്യേക ഇഷ്ടക്കേടായിരിക്കാം. ഓക്കെ. രണ്ടാമത്തേതോ? 2, കൺസിസ്റ്റൻസി. ഈ വ്യക്തിക്ക് ഈ സാഹചര്യത്തിൽ എപ്പോഴും ഇങ്ങനെ തന്നെയാണോ? അതായത് ഈ സിനിമ ഈ വ്യക്തിക്ക് എപ്പോഴും ഇഷ്ടക്കേടാണോ, അതോ ഇന്ന് മാത്രം തോന്നിയതാണോ? എപ്പോഴും ഇഷ്ടക്കേടാണെങ്കിൽ കൺസിസ്റ്റൻസി കൂടുതലാണ്. മൂന്നാമത്തേത്? 3, ഡിസ്റ്റിങ്റ്റീവ്നെസ്. ഈ വ്യക്തിക്ക് ഈ ഒരു കാര്യത്തോട് മാത്രമാണോ ഈ പ്രത്യേക പെരുമാറ്റം, അതോ എല്ലാത്തിനോടും ഇങ്ങനെയാണോ? അതായത് ഈ സിനിമ മാത്രമല്ല, എല്ലാ സിനിമകളും ഈ വ്യക്തിക്ക് ഇഷ്ടക്കേടാണോ? എല്ലാ സിനിമകളും ഇഷ്ടക്കേടാണെങ്കിൽ ഡിസ്റ്റിങ്റ്റീവ്നെസ് കുറവാണ്. അപ്പോൾ കാരണം അയാളുടെ പൊതുവായ സ്വഭാവമാണ്, ഇന്റേണൽ. ഈ സിനിമയോട് മാത്രം പ്രശ്നമെങ്കിൽ ഡിസ്റ്റിങ്റ്റീവ്നെസ് കൂടുതലാണ്. അപ്പോൾ കാരണം ഒരുപക്ഷെ ആ സിനിമയുടെ പ്രശ്നമായിരിക്കാം, എക്സ്റ്റേണൽ. അപ്പോൾ ഈ 3 കാര്യങ്ങളും കൺസെൻസസ്, കൺസിസ്റ്റൻസി, ഡിസ്റ്റിങ്റ്റീവ്നെസ് നോക്കിയിട്ടാണ് നമ്മളൊരു കാരണം ഉറപ്പിക്കുന്നത് എന്നാണോ കെല്ലി പറയുന്നത്? കെല്ലിയുടെ മോഡൽ അനുസരിച്ച് അതെ. നമ്മൾ ഈ വിവരങ്ങൾ വച്ച് കാരണം ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ ആണോ എന്ന് തീരുമാനിക്കും. പക്ഷെ ഒരു സംശയം, നമ്മൾ എപ്പോഴും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചിട്ടാണോ ഓരോ കാര്യത്തിലും അഭിപ്രായം പറയുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ? ഇല്ല, എല്ലായ്പ്പോഴും അല്ല. നല്ല പോയിന്റാണത്. പലപ്പോഴും നമ്മൾ അത്ര ആഴത്തിൽ ചിന്തിക്കാതെ ഒരുതരം മൈൻഡ്ലെസ്നെസ് അവസ്ഥയിലായിരിക്കും. മൈൻഡ്ലെസ്നെസ്സോ? അതെ. അതായത് നമുക്ക് പരിചയമുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ച് നമുക്ക് ചില സ്ക്രിപ്റ്റുകളുണ്ട്, മുൻകൂട്ടി തയ്യാറാക്കിയ പെരുമാറ്റ രീതികൾ. ഉദാഹരണം, ഇപ്പോ ഒരു ഹോട്ടലിൽ പോയാൽ ഓർഡർ കൊടുക്കണം, കഴിക്കണം, ബില്ല് കൊടുക്കണം. ഇതൊരു സ്ക്രിപ്റ്റാണ്. കാര്യങ്ങൾ സാധാരണ പോലെ നടക്കുകയാണെങ്കിൽ നമ്മൾ ഈ സ്ക്രിപ്റ്റ് അനുസരിച്ച് പോകും. അധികം ചിന്തിക്കേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും. അതെ. എന്നാൽ ആ സ്ക്രിപ്റ്റിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും സംഭവിച്ചാൽ, ഉദാഹരണത്തിന് വെയിറ്റർ ഓർഡർ എടുക്കാതെ പാട്ടുപാടാൻ തുടങ്ങിയാൽ, അപ്പോൾ നമ്മൾ ഞെട്ടും.
അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കും ഇതെന്താ ഇങ്ങനെ എന്ന് ചിന്തിക്കും. അപ്പോഴാണ് നമ്മൾ ഈ കെല്ലി പറഞ്ഞ പോലെയുള്ള കാരണം കണ്ടുപിടിക്കാനുള്ള ശ്രമം തുടങ്ങുന്നത്. അസാധാരണമായ സംഭവങ്ങൾ നടക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ കാരണം കണ്ടുപിടിക്കുന്ന പരിപാടി അത്ര സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ല. ഇതിൽ തെറ്റുകൾ പറ്റാൻ നല്ല സാധ്യതയുണ്ടല്ലോ. തീർച്ചയായും. അതാണ് അടുത്ത പ്രധാന വിഷയം, ആട്രിബ്യൂഷൻ എറേഴ്സ് അല്ലെങ്കിൽ ബയോസസ്. നമ്മൾ കാരണം കണ്ടെത്തുമ്പോൾ സ്ഥിരമായി വരുത്തുന്ന ചില തെറ്റുകൾ. എന്തൊക്കെയാണവ? ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫണ്ടമെന്റൽ ആട്രിബ്യൂഷൻ എറർ. ഫണ്ടമെന്റൽ ആട്രിബ്യൂഷൻ എറർ. പേര് കേൾക്കുമ്പോൾ തന്നെ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നുന്നുണ്ടല്ലോ. സംഭവം സിമ്പിളാണ്. മറ്റൊരാളുടെ പെരുമാറ്റം കാണുമ്പോൾ നമ്മൾ അതിന് കാരണം അയാളുടെ സ്വഭാവം, ഡിസ്പൊസിഷൻ ആണെന്ന് കരുതുകയും സാഹചര്യത്തിന്റെ, സിറ്റുവേഷന്റെ പങ്ക് കുറച്ചു കാണുകയും ചെയ്യും. ഒരു ഉദാഹരണം പറയാമോ? നേരത്തെ പറഞ്ഞ പോലെ റോഡിൽ ഒരാൾ ഹോൺ അടിച്ച് ബഹളം വെക്കുന്നു. നമ്മൾ ഉടനെ പറയും എന്തൊരക്ഷമയുള്ള മനുഷ്യൻ എന്ന്. അയാളുടെ സ്വഭാവത്തെ പഴിച്ചു. ശരിയാണ്. ഒരുപക്ഷെ അയാൾക്ക് ഹോസ്പിറ്റലിൽ എത്തേണ്ട അത്യാവശ്യമുണ്ടായിരുന്നിരിക്കാം. ആ സാഹചര്യം നമ്മൾ പരിഗണിച്ചില്ല. എന്നാൽ നമ്മളാണ് ഹോൺ അടിക്കുന്നതെങ്കിലോ? എനിക്ക് അത്യാവശ്യമുണ്ട്, അതുകൊണ്ടാ എന്ന് നമ്മൾ പറയും. അപ്പോ നമ്മൾ സാഹചര്യത്തെ കാരണം പറയും. ഇത് വളരെ കോമൺ ആണ്. നമ്മൾ ചെയ്യുമ്പോൾ സാഹചര്യം, മറ്റുള്ളവർ ചെയ്യുമ്പോൾ അവരുടെ സ്വഭാവം. അതെ, ഇതിനെ ആക്ടർ ഒബ്സർവർ ബയാസ് എന്നും പറയാറുണ്ട്. നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആക്ടർ സാഹചര്യത്തെയും മറ്റൊരാളെ നിരീക്ഷിക്കുമ്പോൾ ഒബ്സർവർ അയാളുടെ സ്വഭാവത്തെയും കാരണമായി കാണുന്നു. കൊള്ളാം. വേറെ എന്തൊക്കെ പിശകുകളുണ്ട്? അടുത്തത് സെൽഫ് സെർവിംഗ് ബയാസ്. ഇത് നമ്മളെക്കുറിച്ച് തന്നെ നടത്തുന്ന വിലയിരുത്തലാണ്. അതെങ്ങനെ? നമ്മളൊരു കാര്യത്തിൽ വിജയിച്ചാൽ അതിന്റെ കാരണം നമ്മുടെ കഴിവാണ്, നമ്മുടെ പരിശ്രമമാണ് എന്നൊക്കെ നമ്മൾ പറയും. ഇന്റേണൽ ആട്രിബ്യൂഷൻ. ശരി. പക്ഷെ തോറ്റാലോ? അപ്പൊ പറയും ചോദ്യം കടുപ്പായിരുന്നു, അല്ലെങ്കിൽ ഭാഗ്യം തുണച്ചില്ല, അല്ലെങ്കിൽ ടീം മോശമായിരുന്നു. അങ്ങനെ പുറത്തുള്ള കാരണങ്ങൾ കണ്ടെത്തും. എക്സ്റ്റേണൽ ആട്രിബ്യൂഷൻ. ഓഹോ, നമ്മുടെ ഈഗോ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്? ഒരു പരിധിവരെ അതെ. നമ്മുടെ ആത്മാഭിമാനം നിലനിർത്താൻ ഇത് സഹായിക്കും. പക്ഷേ ഇത് യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിൽ നിന്നും നമ്മളെ തടയുകയും ചെയ്യാം. നമ്മളെപ്പോഴും ശരി, മറ്റുള്ളവർ തെറ്റ് എന്നൊരു ചിന്ത വരാം. ശരിയാണ്. ഇനിയുമുണ്ടോ ഇതുപോലത്തെ ബയാസുകൾ? ഉണ്ട്. ജസ്റ്റ് വേൾഡ് ഹൈപ്പോത്തിസിസ് അഥവാ നീതിയുക്ത ലോകവിശ്വാസം. അതെന്താണ്? ലോകം ഒരു നീതിയുള്ള സ്ഥലമാണെന്നും ആളുകൾക്ക് അവർ അർഹിക്കുന്നത് കിട്ടുമെന്നുമുള്ളൊരു വിശ്വാസം. നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും, ചീത്ത ചെയ്താൽ ചീത്ത കിട്ടും എന്നൊരു ചിന്ത. ഇതിലെന്താണ് പ്രശ്നം? ഇത് നല്ലതല്ലേ? ഒറ്റ നോട്ടത്തിൽ നല്ലതാണെന്ന് തോന്നും. ലോകം പ്രവചിക്കാവുന്ന ഒന്നാണെന്ന് ഇത് തോന്നിപ്പിക്കും. പക്ഷേ ഇതിന്റെ അപകടം ഇത് വിക്ടിം ബ്ലെയിമിങ്ങിലേക്ക് നയിക്കാമെന്നതാണ്. ഇരയെ പഴിക്കുന്നതിലേക്കോ? അതെ. ഒരാൾക്കൊരു അപകടം പറ്റിയാൽ, അല്ലെങ്കിൽ അയാളൊരു തട്ടിപ്പിന് ഇരയായാൽ അവൻ എന്തെങ്കിലും ശ്രദ്ധക്കുറവ് കാണിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവൾ അങ്ങനെ നടന്നതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ ചിന്തിക്കുന്നത് ഈ ജസ്റ്റ് വേൾഡ് വിശ്വാസം കൊണ്ടാണ്. ആ വ്യക്തിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെങ്കിലും ലോകം നീതിയുള്ളതാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലല്ലോ, അപ്പോ എന്തോ പ്രശ്നം ആ വ്യക്തിയുടെ ഭാഗത്തുണ്ട് എന്ന് നമ്മൾ അനുമാനിക്കും. ഓ, അത് ശരിയാണ്. അത് അപകടകരമായ ഒരു ചിന്താഗതിയാണ്. തീർച്ചയായും. അവസാനമായി ഹാലോ ഇഫക്റ്റ് കൂടി പറയാം. ഹാലോ ഇഫക്റ്റ്. അതായത് ഒരാളിൽ നമ്മൾ ഒരു നല്ല ഗുണം കണ്ടാൽ അയാളുടെ മറ്റു ഗുണങ്ങളെക്കുറിച്ചും നമ്മൾ പോസിറ്റീവായി ചിന്തിക്കും. ഉദാഹരണത്തിന്, കാണാൻ ഭംഗിയുള്ള ഒരാൾ ബുദ്ധിയുള്ളവനും സത്യസന്ധനുമായിരിക്കുമെന്ന് നമ്മൾ അറിയാതെ കരുതും. അതുപോലെ ഒരു മോശം ഗുണം കണ്ടാൽ മറ്റെല്ലാം മോശമായിരിക്കും എന്നും കരുതും. ഇതിനെ ഹോൺസ് ഇഫക്റ്റ് എന്ന് പറയും. ആദ്യത്തെ ഇംപ്രഷൻ വെച്ച് ബാക്കിയെല്ലാം നമ്മൾ വിലയിരുത്തും. സിനിമാ നടന്മാരെയൊക്കെ നമ്മളിങ്ങനെ കാണാറുണ്ടെന്ന് തോന്നുന്നു. സ്ക്രീനിൽ നല്ല കഥാപാത്രം ചെയ്താൽ അയാൾ ജീവിതത്തിലും നല്ലവനായിരിക്കുമെന്ന് കരുതുന്നതുപോലെ. അതെ, അതൊരു നല്ല ഉദാഹരണമാണ്. ഈ ഹാലോ എഫക്റ്റ് നമ്മുടെ വിലയിരുത്തലുകളെ വല്ലാതെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ ഈ പറഞ്ഞ ആട്രിബ്യൂഷൻ രീതികളും അതിലെ പിശകുകളുമൊക്കെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇനി വിദ്യാഭ്യാസ രംഗത്തേക്ക് വന്നാൽ കുട്ടികളുടെ പഠനത്തെയും അവരുടെ ഒരു മോട്ടിവേഷനെയുമൊക്കെ ഈ തിയറികൾ എങ്ങനെയാണ് ബാധിക്കുന്നത്? അവിടെയാണ് ബെർണാഡ് വെയ്നറുടെ വർക്ക് വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. കുട്ടികൾ അവരുടെ ജയത്തിനും തോൽവിക്കും എന്ത് കാരണം കണ്ടെത്തുന്നു എന്നത് അവരുടെ മുന്നോട്ടുള്ള പഠനത്തെയും ശ്രമത്തെയും എങ്ങനെ ബാധിക്കുന്നുവെന്ന് വെയ്നർ വിശദീകരിച്ചു. അതെങ്ങനെയാണ്?
വെയ്നർ ഈ കാരണങ്ങളെ 3 ഡയമെൻഷനുകളിലൂടെയാണ് നോക്കിക്കണ്ടത്. 3 ഡയമെൻഷനുകളോ? അതെ. ഒന്നാമത്തേത് ലോക്കസ് ഓഫ് കൊസാലിറ്റി, അതായത് കാരണം കുട്ടിയുടെ ഉള്ളിലാണോ ഇന്റേണൽ അതോ പുറത്താണോ എക്സ്റ്റേണൽ. കഴിവ്, പരിശ്രമം എന്നിവ ഇന്റേണലാണ്. ഭാഗ്യം, ടീച്ചറുടെ പഠിപ്പിക്കൽ എന്നിവ എക്സ്റ്റേണലാണ്. ഓക്കെ. രണ്ടാമത്തേതോ? സ്റ്റെബിലിറ്റി. ആ കാരണം സ്ഥിരമായിട്ടുള്ളതാണോ സ്റ്റേബിൾ അതോ മാറിക്കൊണ്ടിരിക്കുന്നതാണോ. അൺസ്റ്റേബിൾ. കഴിവ് ഒരു സ്റ്റേബിൾ ഫാക്ടറായി കണക്കാക്കാം. ആ. പക്ഷെ പരിശ്രമം, ഭാഗ്യം ഒക്കെ അൺസ്റ്റേബിൾ ആണ്. ശരി. മൂന്നാമത്തേതോ? കൺട്രോളബിലിറ്റി. കാരണം കുട്ടിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതാണോ കൺട്രോളബിൾ. അതോ നിയന്ത്രണത്തിന് അതീതമാണോ. അൺകൺട്രോളബിൾ. പരിശ്രമം എന്നത് കുട്ടിക്ക് നിയന്ത്രിക്കാം, പക്ഷെ കഴിവോ ഭാഗ്യമോ ചോദ്യപേപ്പറിന്റെ നിലവാരമോ നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പോ ഈ ലോക്കസ്, സ്റ്റെബിലിറ്റി, കൺട്രോളബിലിറ്റി ഇത് മൂന്നും വെച്ച് കുട്ടിയുടെ ചിന്തയെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇതവരുടെ മോട്ടിവേഷനെ എങ്ങനെ ബാധിക്കും? അതാണ് പ്രധാനം. ഇത് ടീച്ചർമാർക്കും പേരൻസിനും വളരെ ഉപകാരപ്രദമാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. ഓക്കെ. ഒരു കുട്ടി വിജയിക്കുമ്പോൾ അവൾ ചിന്തിക്കുകയാണ്, ഞാൻ നന്നായി ശ്രമിച്ചു എന്ന്. ഇത് ഇന്റേണലാണ്, അൺസ്റ്റേബിൾ ആണ്, കാരണം അടുത്ത തവണ ശ്രമിക്കണമെന്നില്ല. പക്ഷെ കൺട്രോളബിൾ ആണ്. ഇത് നല്ലൊരു ആട്രിബ്യൂഷനാണ്, കാരണം ശ്രമിച്ചാൽ വിജയിക്കാമെന്ന് കുട്ടി പഠിക്കുന്നു. എന്നാൽ കുട്ടി ചിന്തിക്കുന്നത്, ഞാൻ ഭയങ്കര സ്മാർട്ടാണ്, ഇന്റേണൽ സ്റ്റേബിൾ അൺകൺട്രോളബിൾ എന്ന് മാത്രമാണെങ്കിൽ ചിലപ്പോൾ അടുത്ത തവണ കൂടുതൽ ശ്രമിക്കണമെന്ന തോന്നലുണ്ടാവില്ല. എനിക്കിതൊക്കെ സിമ്പിളാണ് എന്ന മനോഭാവം വരാം. ശരിയാണ്. ഇനി തോൽക്കുമ്പോഴോ? അതാണ് കൂടുതൽ വിഷമം ഉണ്ടാക്കുന്നത്. അതെ. തോൽക്കുമ്പോൾ ഒരു കുട്ടി ചിന്തിക്കുന്നത്, ഞാൻ വേണ്ടത്ര പഠിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു. ഇന്റേണൽ അൺസ്റ്റേബിൾ കൺട്രോളബിൾ എന്നാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. അതെന്താ? കാരണം അടുത്ത തവണ കൂടുതൽ പഠിക്കാനും ശ്രദ്ധിക്കാനും കുട്ടിക്ക് സാധിക്കും. ആ കാരണം കുട്ടിക്ക് മാറ്റാൻ പറ്റുന്ന ഒന്നാണ്. ഇത് അടുത്ത തവണ ശ്രമിക്കാനുള്ള പ്രചോദനം നൽകും. ഓക്കെ. എന്നാൽ തോൽവിക്ക് കാരണം എനിക്കൊന്നിനും കൊള്ളില്ല എന്നോ ടീച്ചർക്ക് എന്നോട് ദേഷ്യമാണ് എന്നോ സ്ഥിരമായി ചിന്തിച്ചാലോ? അത് പ്രശ്നമാകും. അതെ. അത് നിരാശയിലേക്കും ശ്രമം ഉപേക്ഷിക്കുന്നതിലേക്കും നയിക്കും. ഇതിനെയാണ് ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്നത്. എന്തു ചെയ്തിട്ടും കാര്യമില്ല എന്നൊരു തോന്നൽ. അതുകൊണ്ട് തോൽവികളെ പരിശ്രമക്കുറവുമായി ബന്ധിപ്പിച്ച് ചിന്തിക്കാൻ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോ തോൽക്കുമ്പോ നീ കഴിവില്ലാത്തവനാണ് എന്ന് പറയുന്നതിനു പകരം നീ കുറച്ചുകൂടി ശ്രമിക്കണമായിരുന്നു എന്ന് പറയുന്നതാണോ നല്ലത്? തീർച്ചയായും. പരിശ്രമത്തെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ കുട്ടികളിൽ സെൽഫ് എഫിക്കസി വളർത്തണം. സെൽഫ് എഫിക്കസി, അതായത് ഒരു കാര്യം നന്നായി ചെയ്യാൻ എനിക്ക് കഴിയും എന്ന സ്വന്തം കഴിവിലുള്ള വിശ്വാസം. ഈ വിശ്വാസമുള്ള കുട്ടികൾ കൂടുതൽ ശ്രമിക്കാനും വെല്ലുവിളികളെ നേരിടാനും സാധ്യതയുണ്ട്. ഈ ലക്ഷ്യങ്ങളെക്കുറിച്ചും വെയ്നർ പറയുന്നുണ്ടല്ലോ. പഠന ലക്ഷ്യങ്ങളും പ്രകടന ലക്ഷ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഉണ്ട്. കുട്ടികൾക്ക് 2 തരം ലക്ഷ്യങ്ങളുണ്ടാവാം. ഒന്ന് ലേണിംഗ് ഗോൾസ് അല്ലെങ്കിൽ മാസ്റ്ററി ഗോൾസ്. അതെ. പുതിയ കാര്യങ്ങൾ പഠിക്കുക, കഴിവ് നേടുക, സ്വയം മെച്ചപ്പെടുക എന്നതിലായിരിക്കും ഇവരുടെ ഫോക്കസ്. തോൽവികളെ പഠിക്കാനുള്ള അവസരമായി കാണും. രണ്ടാമത്തേതോ? പെർഫോമൻസ് ഗോൾസ്. മറ്റുള്ളവരുടെ മുന്നിൽ മിടുക്കനാണെന്ന് കാണിക്കുക, മോശം അഭിപ്രായം വരാതെ നോക്കുക, മറ്റുള്ളവരെക്കാൾ നല്ല മാർക്ക് വാങ്ങുക. ഇതൊക്കെയായിരിക്കും ലക്ഷ്യം. ഇതിലേതാണ് നല്ലത്? ലേണിംഗ് ഗോൾസ് ആണ് കൂടുതൽ ആരോഗ്യകരം. കാരണം പെർഫോമൻസ് ഗോളിൽ മാത്രം ശ്രദ്ധിക്കുന്നവർ ചിലപ്പോൾ പരാജയം ഭയന്ന് വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ മടിക്കും. തോറ്റാൽ പെട്ടെന്ന് തളർന്നു പോകും. ഈ പെർഫോമൻസ് ഗോളുമായി ബന്ധപ്പെട്ടാണോ സെൽഫ് ഹാൻഡിക്യാപ്പിംഗ് വരുന്നത്? അതെന്താണ്? അതെ, ബന്ധമുണ്ട്. സെൽഫ് ഹാൻഡിക്യാപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യത്തിൽ തോൽക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുമ്പോൾ ആ തോൽവിക്ക് നമ്മുടെ കഴിവുകേടല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മനഃപൂർവ്വം എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. തടസ്സങ്ങൾ ഉണ്ടാക്കുകയോ? ഉദാഹരണത്തിന് പരീക്ഷയുടെ തലേന്ന് ഉറങ്ങാതിരിക്കുക, അല്ലെങ്കിൽ കളിക്കാൻ പോകുന്നതിന് മുൻപ് വേണ്ടത്ര പ്രാക്ടീസ് ചെയ്യാതിരിക്കുക. എന്നിട്ടെന്താ കാര്യം? അപ്പൊ തോറ്റാൽ പറയാം, ഞാൻ ഉറങ്ങാത്തോണ്ടാണ് തോറ്റത്, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടിയില്ല, അല്ലാതെ എന്റെ കഴിവിന് കുറവുള്ളതുകൊണ്ടല്ല. ഓഹോ. ഇനി അഥവാ ജയിച്ചാലോ? അപ്പൊ പറയാം, ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും ഞാൻ ജയിച്ചില്ലേ, ഞാൻ ഭയങ്കര കഴിവുള്ള ആളാണ് എന്ന്. ഇതൊരു തരം സ്വയം രക്ഷാതന്ത്രമാണ്. ഇത് കൂടുതലും കൗമാരക്കാരിലൊക്കെ കാണുമോ? കാണാറുണ്ട്. സ്വന്തം കഴിവിൽ അത്ര ഉറപ്പില്ലാത്തവരിലും മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് ഭയപ്പെടുന്നവരിലുമാണ് ഇത് കൂടുതൽ കാണുന്നത്. ഇതിനെ മറികടക്കാനും
കുട്ടികളുടെ പരിശ്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയും സെൽഫ് എഫിക്കസി കൂട്ടുകയുമാണ് വേണ്ടത്. ഓക്കെ. ഇനി ഈ ആട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട വേറെ ചില ആശയങ്ങൾ കൂടി നമ്മുടെ സോഴ്സുകളിൽ പറയുന്നുണ്ടല്ലോ. സോഷ്യൽ കമ്പാരിസൺ തിയറി. ലിയോൺ ഫെസ്റ്റിംഗറുടെ സോഷ്യൽ കമ്പാരിസൺ തിയറി. അത് പറയുന്നത് നമ്മുടെ അഭിപ്രായങ്ങളും കഴിവുകളുമൊക്കെ ശരിയാണോ, നമ്മൾ എത്രത്തോളം മിടുക്കരാണ് എന്നൊക്കെ അറിയാൻ നമുക്കൊരു താൽപ്പര്യമുണ്ട്. സ്വാഭാവികമാണല്ലോ അത്. അതെ. പക്ഷെ ഇതിനൊരു കൃത്യം അളവുകോലൊന്നുമില്ലാത്തപ്പോ, ഉദാഹരണം, എന്റെ സൗന്ദര്യം എത്രയാണെന്ന് അളക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ എന്തു ചെയ്യും? നമ്മൾ നമ്മളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യും. മറ്റുള്ളവരെ വെച്ച് നമ്മൾ എവിടെ നിൽക്കുന്നുവെന്ന് നോക്കും. അതെ. നമ്മളെക്കാൾ നല്ലവരുമായി താരതമ്യം ചെയ്യാം. അപ്വേർഡ് കമ്പാരിഷൻ. അത് നമ്മളെ മെച്ചപ്പെടാൻ പ്രേരിപ്പിക്കാം, പക്ഷെ ചിലപ്പോൾ വിഷമമുണ്ടാക്കാം. അല്ലെങ്കിൽ നമ്മളെക്കാൾ മോശം അവസ്ഥയിലുള്ളവരുമായി താരതമ്യം ചെയ്യാം. ഡൗൺവേർഡ് കമ്പാരിസൺ. അത് നമുക്ക് തൽക്കാലത്തേക്കൊരു സുഖം തരും. അപ്പൊ നമ്മൾ നമ്മളെ മനസ്സിലാക്കുന്നത് പോലും മറ്റുള്ളവരുമായുള്ള താരതമ്യത്തിലൂടെയാണ്. ഇനി ബെമ്മിന്റെ സെൽഫ് പെർസെപ്ഷൻ തിയറിയോ, അതെങ്ങനെയാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്? ഡാരൽ ബെമ്മിന്റെ സെൽഫ് പെർസെപ്ഷൻ തിയറി പറയുന്നത് നമ്മുടെ ഉള്ളിലെ കാര്യങ്ങളെക്കുറിച്ച്, അതായത് നമ്മുടെ ഇഷ്ടങ്ങൾ, വിശ്വാസങ്ങൾ, ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് വലിയ ഉറപ്പില്ലാത്തപ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം പെരുമാറ്റം നോക്കിയിട്ട് അതിൽ നിന്ന് നമ്മുടെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കും. ഒരു പുറത്തുനിന്നുള്ള ആൾ നമ്മളെ നോക്കി മനസ്സിലാക്കുന്നത് പോലെ നമ്മൾ നമ്മളെ തന്നെ നോക്കി മനസ്സിലാക്കുന്നു. അതെങ്ങനെ? ഒരു ഉദാഹരണം പറയാമോ? ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ഥിതിക്ക് എനിക്ക് ആ സംഗീതം ഇഷ്ടമായിരിക്കണം. ഓക്കെ. നമ്മുടെ പ്രവൃത്തി നോക്കി നമ്മൾ നമ്മുടെ മനസ്സ് വായിക്കുന്നു. അതെ. ഇത് ഫെസ്റ്റിംഗറുടെ തന്നെ കോഗ്നിറ്റീവ് ഡിസോണൻസ് തിയോറിയിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. ഡിസോണൻസ് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ ഒരു അസ്വസ്ഥത തോന്നും, അത് മാറ്റാൻ നമ്മൾ വിശ്വാസം മാറ്റും എന്നാണ്. സെൽഫ് പെർസെപ്ഷൻ തിയോറി പറയുന്നത് അങ്ങനെയുള്ള ശക്തമായ വിശ്വാസമോ അസ്വസ്ഥതയോ ഇല്ലാത്തപ്പോഴും നമ്മുടെ ഉള്ളിലെ അവസ്ഥ അവ്യക്തമാകുമ്പോൾ നമ്മൾ നമ്മുടെ പെരുമാറ്റത്തെ ഒരു സൂചനയായി എടുത്ത് സ്വയം മനസ്സിലാക്കുന്നുവെന്നാണ്. ഓക്കെ. അപ്പോൾ ഒന്ന് നിലവിലുള്ള വിശ്വാസം മാറ്റുന്നതിനെക്കുറിച്ചും മറ്റേത് വിശ്വാസം രൂപപ്പെടുന്നതിനെക്കുറിച്ചും പറയുന്നു. ഏകദേശം അതെ. രണ്ടും നമ്മൾ നമ്മളെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള തിയറികളാണ്. വളരെ വിശദമായ എന്നാൽ രസകരമായ ഒരു ചർച്ചയായിരുന്നു ഇത്. അപ്പോൾ നമ്മളിന്ന് മനസ്സിലാക്കിയത്, നമ്മൾ ആളുകളെ കാണുമ്പോൾ പലപ്പോഴും ഒരു പോസിറ്റീവ് ചിന്തയോടെയാണ് പോസിറ്റിവിറ്റി ബയാസ് തുടങ്ങുന്നത്. നമ്മളുമായി സാമ്യമുള്ളവരിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടുന്നു. പിന്നെ മറ്റുള്ളവരുടെ പ്രവൃത്തികൾക്ക് നമ്മൾ എപ്പോഴും കാരണം തേടുന്നു, ആട്രിബ്യൂഷൻ. പക്ഷെ ആ തേടലിൽ ഒരുപാട് പിശകുകൾ, ഫണ്ടമെന്റൽ ആട്രിബ്യൂഷൻ എറർ, സെൽഫ് സെർവിംഗ് ബയാസ് സംഭവിക്കുന്നു. അതെ. ജസ്റ്റ് വേൾഡ് ഹൈപ്പോത്തസിസ്, ഹാലോ ഇഫക്റ്റ്, അങ്ങനെ പലതും. വിദ്യാഭ്യാസത്തിലാണെങ്കിൽ കുട്ടികൾ അവരുടെ ജയത്തിനും തോൽവിക്കും നൽകുന്ന കാരണങ്ങൾ അവരുടെ മോട്ടിവേഷനെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. നമ്മൾ കൊടുക്കുന്ന ഈ വിശദീകരണങ്ങൾ, ഈ ആട്രിബ്യൂഷനുകൾ വെറും ചിന്തകളല്ല. അവ നമ്മുടെ വികാരങ്ങളെ, പ്രവൃത്തികളെ, മുന്നോട്ടുള്ള ജീവിതത്തെ ഒക്കെ രൂപപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായും. അപ്പോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടൊരു ചോദ്യം. ഈ ബയസുകളെക്കുറിച്ചും ആട്രിബ്യൂഷൻ രീതികളെക്കുറിച്ചുമൊക്കെ കേട്ടത് നിങ്ങളുടെ സ്വന്തം ജയങ്ങളെയും തോൽവികളെയും നിങ്ങൾ കാണുന്ന രീതിയെ ഇനി സ്വാധീനിക്കുമോ? അതല്ലെങ്കിൽ നാളെ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളോ സുഹൃത്തോ ഒരു പ്രത്യേക രീതിയിൽ പെരുമാറുമ്പോൾ അയാളുടെ സ്വഭാവം അതാണ് എന്ന് ഉടനെ തീരുമാനിക്കുന്നതിന് പകരം ചിലപ്പോൾ എന്തെങ്കിലും സാഹചര്യം കൊണ്ടാകുമോ എന്ന് ഒരു നിമിഷം ആലോചിക്കുമോ? നല്ലൊരു ചോദ്യമാണ്. ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഈ ചർച്ച ഒരു പ്രേരണയാകട്ടെ. അടുത്ത ഒരു വിശകലനവുമായി വീണ്ടും കാണാം. അതുവരെ ചിന്തിക്കുക.